പേടിപ്പെടുത്തുന്ന കണക്കുകൾ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മയക്കുമരുന്ന് കുത്തിവയ്പിലൂടെ 52 പേർക്കാണ് HIV ബാധിച്ചത്. സിറിഞ്ചുകൾ പങ്കുവച്ചതാണ് HIV കാരണമായത്. സിറിഞ്ചുകളിലൂടെ HIV ബാധിച്ചവർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിരീക്ഷണത്തിലാണെന്നും അറിയാൻ കഴിയുന്നു. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ഇതിന്റെ കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ്. നേരത്തെ ഈ എയ്ഡ്സ് കൺട്രോൾ ബ്യൂറോയുടെ ചില അധികൃതരുമായി ഔദ്യോഗികമല്ലാതെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതിൽ അവർക്ക് ഞെട്ടലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം കണക്കുകൾ ചില യഥാസമയങ്ങളിൽ അങ്ങനെ പുറത്തു വരാത്തതാണ്. പക്ഷേ നമ്മുടെ ഈ നാട്, ഈ സമൂഹം, സംസ്ഥാനമൊട്ടാകെയും ഇത്തരത്തിൽ ലഹരി വാർത്തകളുമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ ഈ എയ്ഡ്സുമായി ബന്ധപ്പെട്ടുകൂടി പുറത്തു വരുന്ന കണക്കുകൾ അത് ആശങ്കപ്പെടുന്നത് മാത്രമല്ല, അതിലൂടെ ഒരു സ്റ്റെപ്പ് എത്രയും വേഗം എടുത്തില്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഈ നാട് പോവും. അതിന്റെ സൂചനയാണിത്, അല്ലേ റോഷിബാൽ? റോഷ്നി, സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ ഈ എയ്ഡ്സ് സ്ഥിരീകരിച്ച HIV പോസിറ്റീവ് സ്ഥിരീകരിച്ച ആളുകളുടെ കണക്ക് മാത്രമാണ്. ഈ മയക്കുമരുന്ന് കുത്തിവയ്പ്പിലൂടെ HIV ബാധിച്ചു എന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കണ്ടെത്തിയവരുടെ കണക്കാണ്. ഇത് 52 പേർ. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി സംസ്ഥാനത്ത് എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കുന്നവരിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പറയുന്നുണ്ട്. ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവരെ കണ്ടെത്താൻ കഴിയുന്നത്. പലയിടങ്ങളിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, അതുപോലെ പാലത്തിനടിയിലടക്കം ഒളിച്ചിരുന്ന് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടങ്ങൾക്കിടയിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ എത്തുകയും അവരുടെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷം ഇവരുടെ രക്തം പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ പരിശോധനയിലൂടെയാണ് HIV ബാധ കണ്ടെത്തുന്നത്. അങ്ങനെ HIV ബാധ കണ്ടെത്തുന്നവർക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. അവർക്ക് പ്രത്യേക ബോധവൽക്കരണമുണ്ട്. അങ്ങനെ ബോധവൽക്കരണം ഉൾപ്പെടെ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും ഇപ്പോഴും വ്യാപകമായി ഈ സിറിഞ്ചുകൾ പങ്കുവെക്കുന്നു. മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ സിറിഞ്ചുകൾ പങ്കുവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. പരമാവധി HIV ബാധ അത് കൂടുതൽ പേരിൽ എത്താതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ അത് സംസ്ഥാന വ്യാപകമായി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ, അത് ബോധവൽക്കരണവും മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് ഈ സിറിഞ്ചുകൾ പങ്കുവെക്കുന്നത് വലിയ അപകടത്തിന് വഴിയൊരുക്കുന്നു. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ പ്രവർത്തകർക്ക് ഇതിൽ വലിയ അത്ഭുതമില്ല. കാരണം അവർ കുറെ കാലമായി ഇത്തരക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായി പ്രതിമാസ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ അത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഓരോ മാസവും HIV പോസിറ്റീവ് സ്ഥിരീകരിച്ചവരുടെ വിവരങ്ങളാണ് കൈമാറുന്നത്. നിലവിൽ ഈ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാൻ കഴിയില്ല. അതിന് നിയമ തടസ്സമുണ്ട്. പ്രത്യേകിച്ച് അത് ഓരോ പ്രദേശത്തെയും കണക്ക് തന്നെ പുറത്തുവിടുന്നത് ആളുകളെ തിരിച്ചറിയാൻ വഴിയൊരുക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഒരു കണക്കിനപ്പുറത്തേക്ക് കണക്കുകൾ പങ്കുവെക്കാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി തയ്യാറാകുന്നുമില്ല. പക്ഷേ ഇത് വലിയ ആശങ്കപ്പെടുന്ന കാര്യമാണ്. ഈ മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്ന കൂട്ടം അവർ കുത്തിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മറ്റൊരു ലോകത്തേക്ക് എത്തുന്നു. അവർ പിന്നീട് ഇത് സിറിഞ്ച് പങ്കുവെക്കുന്നു. അബോധാവസ്ഥയിൽ സിറിഞ്ചുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് അവർക്ക് തൽക്കാലത്തേക്ക് മയക്കുമരുന്ന് മതി. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നേരത്തെ ഇത് അപകടമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും ആ തിരിച്ചറിവില്ലാതെ ഈ സിറിഞ്ചുകൾ പരസ്പരം പങ്കുവെച്ച HIV ബാധ പടർത്തുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ വലിയൊരു ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ആരോഗ്യവകുപ്പിന്റെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെയാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ആരോഗ്യവകുപ്പിന് ലഹരി വർദ്ധിക്കുന്നത്, ലഹരി വല പൊട്ടിക്കാൻ ആരോഗ്യവകുപ്പിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനാണ് ആ യോഗത്തിൽ സ്വാഭാവികമായും ഈ കാര്യം വളാഞ്ചേരിയിൽ കണ്ടെത്തിയ ഈ കുത്തിവെപ്പ്, അതിനുശേഷം സംസ്ഥാനത്തെ വ്യാപകമായി കുത്തിവെപ്പിലൂടെ HIV പടരുന്ന ഈ സാഹചര്യം കൂടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷ്നി.